ഹലോ എവരിവൺ, വെൽക്കം ടു ഐ പ്ലസ്. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 1 വീഡിയോ ആയിട്ടാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള IEO എക്സാമിൽ ഇലക്ട്രിക്കലിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഏകദേശം 19 ചോദ്യങ്ങൾ ഇലക്ട്രിക്കലിൽ നിന്ന് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു 10 ചോദ്യങ്ങൾ നമുക്ക് പാർട്ട് 1 വീഡിയോ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ദെൻ അതിൻ്റെ ബാക്കി ഒരു 9 ചോദ്യങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ക്വാളിറ്റി, അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്, ഒരു ടഫ്നെസ് ഒക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ യെസ്, ഒരു ടിപ്പിക്കൽ ഡിഗ്രി ലെവൽ ഇലക്ട്രിക്കൽ പരീക്ഷയുടെ അതേ ലെവൽ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ സാധാരണയായിട്ട് എഴുതുന്ന ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പരീക്ഷയൊക്കെ ഉണ്ടാവില്ലേ, ഒരു ഡിഗ്രി ലെവൽ, അതേ ക്വസ്റ്റ്യൻസിൻ്റെ ലെവലിൽ തന്നെയാണ് ഈ IEO എക്സാമിന് ഇലക്ട്രിക്കലിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ ഇന്നൊരു 10 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, എങ്ങനെയുണ്ട് ആ ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ, ടഫ് ആണോ അല്ലെങ്കിൽ മീഡിയം ലെവലാണോ, എബോവ് ആവറേജ് ആണോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ തുടങ്ങിയാലോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2 equal resistance are connected in series across a constant voltage source. The total power consumed is P. If the same resistance are connected in parallel, the new total power is given by. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. കൺസെപ്റ്റ് എന്താണ്? റെസിസ്റ്റൻസിൻ്റെ സീരീസ് ആൻഡ് പാരലൽ കണക്ഷനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, 2 ഈക്വൽ റെസിസ്റ്റൻസ്, സോ 6 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. സോ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? 2R ആണ് അല്ലേ. ദെൻ അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് അക്രോസ് എ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ്, ടോട്ടൽ പവർ കൺസ്യൂംഡ് ഈസ് P എന്ന് പറഞ്ഞു. അത് എത്രയായിരിക്കും? P is equal to V²/2R. ഓക്കെ, ഈ രീതിയിലായിരിക്കും നിലവിൽ ഉള്ള പവർ എന്ന് പറയുന്നത്. ഇനി ഇഫ് ദി സെയിം റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ, 2 റെസിസ്റ്റൻസ് നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഈക്വൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? R/2 ആയിരിക്കും അല്ലേ. R/2 ആയിരിക്കും. നിങ്ങൾ നോക്കിയേ, എന്താണ് ഇവിടെ സംഭവിച്ചത്? 2Rൽ നിന്ന് റെസിസ്റ്റൻസ് R/2 ആയിട്ട് മാറി. അതായത് റെസിസ്റ്റൻസ് ഈസ് ഡിക്രീസ്ഡ് ബൈ 4 അല്ലേ. ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ബൈ 4. 4 മടങ്ങായിട്ട് കുറഞ്ഞു. 6 എന്തായി? 6 R/4 ആയി. നിങ്ങൾ നോക്കിയേ, റെസിസ്റ്റൻസ് 6ൽ ഒന്നായിട്ട് കുറഞ്ഞാൽ പവർ ഏത് രീതിയിലാണ് മാറുക? പവറിൻ്റെ ഇക്വേഷൻ എന്താ? P is equal to V²/R എന്നാണ് അല്ലേ, R എഫക്റ്റീവ്. സോ റെസിസ്റ്റൻസ് R/4 ആയിട്ടുണ്ടെങ്കിൽ പവർ എന്ത് ചെയ്യും? ഇവിടെ /4 വരും, ആ 4 മേലെ പോകും. സോ 4 ടൈംസ് ആവും അല്ലേ, 4 ടൈംസ് ആവും. ആ രീതിയിലാണ് മാറുക. നമുക്കല്ലെങ്കിൽ ചെയ്ത് നോക്കാം. എന്താ പുതിയ വാല്യൂ എത്രയാണ്? R/2 ആണ് അല്ലേ. പുതിയ വാല്യൂ R/2 ആണ്. സോ പുതിയ പവർ എന്താ? ഇത് P1 ആണ്, ഇത് P2. P2 എന്തായിരിക്കും? V² ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് R/2. സോ R/2 എന്ന് പറയുമ്പം ആ 2 മേലെ കയറി. സോ പുതിയ വാല്യൂ ഓഫ് പവർ എത്രയാണ്? 2V²/R. നേരത്തെ ഉള്ളത് V²/2R, ഇപ്പം 2V²/R. അപ്പോൾ എത്ര മടങ്ങായി? ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ 2V²/R കിട്ടുക. സോ പവർ 4 ടൈംസ് ആയി. ഓക്കെ, കൺസെപ്റ്റ് എന്താണ്? ഇവിടെയുള്ള കൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. റെസിസ്റ്റൻസിൻ്റെ സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ മാത്രമാണ് ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അല്ലേ. സോ ഇവിടെ പവർ പ്രൊപ്പോർഷണൽ ടു 1/R ആയതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്? റെസിസ്റ്റൻസ് ഡിക്രീസ്ഡ് ബൈ 4, R ചേഞ്ചസ് ടു R/4 ആകുമ്പം പവർ എന്ത് ചെയ്യും? പവർ വിൽ ഇൻക്രീസ് ഫ്രം P to 4P അല്ലേ. 4 ടൈംസ് ആയിട്ട് പവർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The axial field strength of a solenoid increases. The axial field strength of a solenoid increases with increasing length, independent of length, with a decrease in length, decrease in number of turns. ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആ ഒരു ഭാഗത്തു നിന്ന് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഇപ്പോൾ ഒരു സോളിനോയിഡിൻ്റെ കേസിൽ, ഫീൽഡ് സ്ട്രെങ്ത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. B ആണ് ഫീൽഡ് സ്ട്രെങ്ത്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് B is equal to μ0 Ni/L. ഓക്കെ, μ0 Ni/L എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ഈ μ0 എന്താ? യെസ്, പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ്, I എന്ന് പറയുന്നതോ യെസ് കറണ്ട് അല്ലേ. ദെൻ L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് സോളിനോയിഡ്. സോ ആക്സിയൽ ഫീൽഡ് സ്ട്രെങ്ത് ഓഫ് എ സോളിനോയിഡ് ഇൻക്രീസസ്. അപ്പോൾ ഈ B ഇൻക്രീസ് ചെയ്യണം അല്ലേ. B ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഈ പറയുന്ന പെർമിയബിലിറ്റി ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യണം, കറണ്ട് ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ ലെങ്ത് ഡിക്രീസ് ചെയ്യണം. നോക്കിയിട്ട് പറഞ്ഞേ, വിത്ത് ഇൻക്രീസിങ് ലെങ്ത്. അതല്ല,
ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലെങ്ത് ആണോ? അല്ല, ഇൻഡിപെൻഡൻ്റ് അല്ല, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ദെൻ ഡിക്രീസ് ഇൻ ലെങ്ത്, യെസ് കറക്റ്റ് ആണ്, ഓപ്ഷൻ സി കറക്റ്റ് ആണ്. ദെൻ ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് ടേൺസ്, നമ്പർ ഓഫ് ടേൺസ് പറഞ്ഞാൽ ബി കുറയല്ലേ ചെയ്യുക. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ടു ലോങ് സിംഗിൾ ലെയർ സോളിനോയിഡ് ഹാവ് ദി സെയിം ലെങ്ത് ആൻഡ് സെയിം നമ്പർ ഓഫ് ടേൺസ് ബട്ട് ആർ പ്ലേസ്ഡ് കോയാക്സിയലി വൺ വിത്തിൻ അനദർ. The diameter of inner coil is 4 cm and that of outer coil is 8 cm. The coefficient of coupling between the coil is. ക്വസ്റ്റ്യൻ ഒക്കെ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് പേടിയായി. എന്താണ് സംഭവം? സോളിനോയിഡ് ആണ്. സോളിനോയിഡിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഭയങ്കര ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ഇവിടെ നിന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും. രണ്ട് സിംഗിൾ ലെയർ ലോങ് സോളിനോയിഡാണുള്ളത്, രണ്ടിനും ഒരേ ലെങ്ത് ആണ് അല്ലേ? രണ്ടിനും ഒരേ ലെങ്ത് ആണ്, സെയിം നമ്പർ ഓഫ് ടേൺസും ആണുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു സോളിനോയിഡ് ഈ രീതിയിൽ വരച്ചു. അതിൻ്റെ അകത്താണ് അതിൻ്റെ പുറത്ത് വേറെ സോളിനോയിഡ് അല്ലേ? അപ്പം പുറത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം ഇതാ ഈ രീതിയിലായിരിക്കും കേട്ടോ സോളിനോയിഡ് ഉണ്ടാവുക. ഇതൊരു സിലിണ്ടറിൻ്റെ സ്ട്രക്ചർ അല്ലേ? അപ്പോൾ അകത്തും പുറത്തുമായിട്ട് രണ്ട് സോളിനോയിഡ് ഉണ്ട്. ഒന്നിൻ്റെ ഡയമീറ്റർ എത്രയാണ്? 8 സെൻറ്റിമീറ്റർ. പുറത്തേൻ്റെ ഡയമീറ്റർ 8 സെൻറ്റിമീറ്റർ, അകത്തേൻ്റെ ഡയമീറ്റർ 4 സെൻറ്റിമീറ്റർ. രണ്ടിനും ഒരേ ലെങ്ത് ആണ്, ഒരേ നമ്പർ ഓഫ് ടേൺസ് ആണ് അല്ലേ? ലെങ്ത്ത് രണ്ടിൻ്റെയും സെയിം ആണ്, നമ്പർ ഓഫ് ടേൺസും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ദി കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് ബിറ്റ്വീൻ ദി കോയിലാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ എളുപ്പമാണ്. അതിന് നമുക്കൊരു ഇക്വേഷൻ കൂടിയുണ്ട്. കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് കാണാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്നത് യെസ് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ഇന്നർ വൺ ഡിവൈഡഡ് ബൈ ഔട്ടറിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ ഫസ്റ്റ് ഇന്നറിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എത്ര വരിക? 4 സെൻറ്റിമീറ്റർ ആണ് ഡയമീറ്റർ, അപ്പോൾ 2 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ് അല്ലേ? സോ പൈ ഇൻറ്റു 2 സ്ക്വയർ അല്ലേ? പൈ ഇൻറ്റു 2 സ്ക്വയർ ഡിവൈഡ് ബൈ ഔട്ടറിൻ്റെയോ പൈ ഇൻറ്റു 4 സ്ക്വയർ. സോ പൈയും കട്ട് 2 സ്ക്വയർ ബൈ 4 സ്ക്വയർ 2/4 1/2. ആൻസർ എത്രയാണ്? 0.5 അല്ലേ? 0.5 ഈ രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. സോ ഇങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഈ ഷോർട്ട് കട്ടാണ് നമ്മൾ സാധാരണയായിട്ട് എക്സാമിന് യൂസ് ചെയ്യുക. ഓക്കെ, നമ്മൾ വഴി എഴുതി ചെയ്യുകയാണെങ്കിൽ ഇഷ്ടം പോലെ സമയമെടുക്കും. പക്ഷേ ഇങ്ങനൊരു ഷോർട്ട് കട്ട് പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഏരിയ 1/ഏരിയ 2ൻ്റെ റൂട്ട് എന്ന് പറയുമ്പം എന്താണ് ആക്ച്വലി? യെസ്, ഈ പറയുന്ന റേഡിയസിൻ്റെ റേഷ്യോ എടുത്താലും മതി അല്ലേ? റേഡിയസിൻ്റെ റേഷ്യോ എടുത്താലും മതി. ഇനി ഇത് എവിടെ നിന്നാണ് വരുന്നത്? ഇതിൻ്റെ പാത്ത് എങ്ങനെയാണ്? യെസ്, അത് അറിഞ്ഞിരുന്നാൽ ആ രീതിയിലാണ് നമ്മൾ സാധാരണയായിട്ട് പഠിക്കുക. അത് പഠിച്ചിട്ടാണ് ഈ ഒരു ചെറിയ ഇക്വേഷനിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. സോ അതുകൂടി ഒന്ന് അറിഞ്ഞിരുന്നോളൂ കേട്ടോ. സോ നമുക്കറിയാം കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗിൻ്റെ ഇക്വേഷൻ എന്താ? K = മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് L1 L2 അല്ലേ? ഇതാണ് കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്. സോ ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? L1ഉം L2ഉം L3ഉം അല്ലെ L1ഉം L2ഉം അതേപോലെ M ഒക്കെ നമുക്ക് എഴുതാമല്ലോ. L1 എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് സോളിനോയിഡിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ്, ദെൻ സെക്കൻഡ് സോളിനോയിഡിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസിന് L2 എന്നെടുത്തു, ദെൻ അവ തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഞാൻ M എന്നെടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് L1ഉം L2ഉം അതേപോലെ M ഒക്കെ ഒന്ന് എഴുതി നോക്കിയാലോ? യെസ്, അതാണ് ഞാനിനി എഴുതാൻ വേണ്ടി പോകുന്നത്. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അവർക്ക് സെയിം ലെങ്ത് ആണ്, സെയിം നമ്പർ ഓഫ് ടേൺസ് ആണ് എന്ന് പറഞ്ഞു അല്ലേ? സോ ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ? ആക്ച്വലി ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ N1 സ്ക്വയർ ഇൻറ്റു മ്യൂ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ L ആണ്. സോ ഇവിടെ N1 എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, N എന്ന് പറഞ്ഞാൽ മതി. കാരണം നമ്പർ ഓഫ് ടേൺസിന് ഞാൻ എ എന്നെടുത്തു. N സ്ക്വയർ ഇൻറ്റു മ്യൂ ഇൻറ്റു ഏരിയ ഡിവൈഡഡ് ബൈ ലെങ്ത്ത് L അല്ലേ? ലെങ്ത്ത് L ആയിട്ട് എടുത്തു. ഓക്കെ, ദെൻ L2 എടുക്കുമ്പോഴോ L2 അത് തന്നെയാണ്. L2 എന്ന് പറയുമ്പോൾ യെസ് രണ്ടിൻ്റെയും നമ്പർ ഓഫ് ടേൺസ് സെയിം തന്നെയാണെന്ന് പറഞ്ഞു അല്ലേ? രണ്ടിൻ്റെയും നമ്പർ ഓഫ് ടേൺസ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഏരിയ 1ഉം ഏരിയ 2 മാത്രമേ മാറുള്ളൂ. സോ N സ്ക്വയർ ഇൻറ്റു മ്യൂ ഇൻറ്റു A2 ഡിവൈഡഡ് ബൈ L തന്നെ വന്നു. ദെൻ എമ്മോ മ്യൂച്വൽ ഇൻഡക്റ്റൻസോ? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഇന്നർ ആയിട്ടുള്ള സോളിനോയിഡിൻ്റെ ഇൻഡക്റ്റൻസ് ആയിട്ടായിരിക്കും നമ്മൾ എടുക്കേണ്ടി വരിക കേട്ടോ. സോ അതാണ് മ്യൂച്വലി ആയിട്ട് ഉണ്ടാവുക. സോ എം എങ്ങനെ എഴുതാം? N സ്ക്വയർ ഇൻറ്റു മ്യൂ ഇൻറ്റു ദെൻ ഞാനിവിടെ ഇന്നറിന് A2 എന്നാണ് എടുക്കുന്നത്. സോ A2 ഡിവൈഡഡ് ബൈ ദെൻ L തന്നെ. ഇനി ഈ സാധനം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ഈ സാധനം നമുക്ക് കെയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ? സോ K = എമ്മിന് വരെ ഞാൻ എന്ത് ചെയ്തു? N സ്ക്വയർ മ്യൂ A2 ഡിവൈഡഡ് ബൈ L. ദെൻ
ഇവിടെ എന്ത് വരും? റൂട്ടിൽ L1 n സ്ക്വയർ മ്യൂ വന്നു, ദെൻ A1 ഡിവൈഡഡ് ബൈ L വന്നു, ദെൻ തീർന്നോ? ഇല്ല അല്ലേ, വീണ്ടും ഉണ്ട് n സ്ക്വയർ മ്യൂ A2 ഡിവൈഡഡ് ബൈ L. ഇവിടെ നമുക്ക് എന്തൊക്കെ കട്ട് ചെയ്യാം? ഈ L കട്ടായി, ദെൻ n സ്ക്വയർ ഇതൊക്കെ റൂട്ടിന് പുറത്തേക്ക് എടുത്തുന്ന എന്ത് കിട്ടും? n സ്ക്വയർ മ്യൂ A2 ഡിവൈഡഡ് ബൈ പിന്നെന്താ വന്നേ? യെസ്, n സ്ക്വയർ മ്യൂ റൂട്ട് A1 A2. ഓക്കെ അല്ലേ? ഈ n സ്ക്വയർ മ്യൂവും n സ്ക്വയർ മ്യൂ ഒക്കെ കട്ടായി, ദെൻ A2 ഒരു റൂട്ട് A2 കളഞ്ഞു, ദെൻ ബാക്കി എന്താ ഉണ്ടാവുക? റൂട്ട് ഓഫ് A2 ഡിവൈഡഡ് ബൈ A1, റൂട്ട് ഓഫ് A2 ഡിവൈഡ് ബൈ A1. ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ വഴി കിട്ടുക കേട്ടോ. ഇതാണ് അതിൻ്റെ കറക്റ്റ് മെത്തേഡ്. A2 എന്ന് പറയുന്നത് എന്താ? യെസ്, ഏരിയ ഓഫ് ദി ഇന്നർ സോളിനോടാണ് A2. ദെൻ A1 ഏരിയ ഓഫ് ദി ഔട്ടർ സോളിനോട്. അത് തന്നെയല്ലേ നമ്മൾ ചെയ്തേ? യെസ്. സോ ഇതാണ് അതിൻ്റെ വഴി എന്ന് പറയുന്നത്. സോ നമുക്കതിൻ്റെ ഇക്വേഷൻ ഓൾറെഡി അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ ഓപ്ഷൻ എ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ അല്ലേ? സോ ഓപ്ഷൻ എ 0.5 ആണ് ആൻസർ. നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദി ടോട്ടൽ ഇൻഡക്റ്റൻസ് അക്രോസ് AB ഫോർ ദി ഫിഗർ 2. ഓക്കെ, ഇതിലെ ടോട്ടൽ ഇൻഡക്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? വളരെ എളുപ്പമാണ്. നമുക്കറിയാം ഇൻഡക്റ്റൻസ് L എന്ന് പറയുന്നത് സാധാരണയായിട്ട് L1 പ്ലസ് L2 ചെയ്താൽ മതി. പക്ഷേ ഇവിടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കണ്ടോ? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉള്ളതുകൊണ്ട് ആ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കൂടി നമ്മൾ കണക്കാക്കണം. യെസ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കണക്കാക്കുന്ന സമയത്ത് ഈ ഡോട്ട് കൺവെൻഷൻ കൂടി നമ്മൾ നോട്ട് ചെയ്യണം. ഇവിടെ കണ്ടോ? ഇവിടെ ഡോട്ട് ഈ പറയുന്ന ഇൻഡക്ടർ എത്തുന്നതിന് മുൻപേ ആണ്, ഇവിടെയോ ഡോട്ട് ഇൻഡക്ടറിന് ശേഷമാണ്. സോ ദാറ്റ് മീൻസ് ഹിയർ ദി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് -2m ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇവിടെ സ്റ്റാർട്ടിങ്ങിലാണ് ഡോട്ട് ഉള്ളത്, ഇവിടെ എൻഡിങ്ങിലാണ് ഡോട്ട് ഉള്ളത്. സോ ഈ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എയ്ഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്, അതിന് ഡിഫറൻസ് ആണ് എടുക്കേണ്ടി വരിക. ഇനി ചെയ്ത് നോക്കാം. L1 എത്രയാ? 1 മില്ലി ഹെൻറി. സോ L2 1.5, ദെൻ -2 ഇൻറ്റു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എടുക്കണം. 2 ഇൻറ്റു 1 അല്ലേ? യെസ്. എന്ത് കിട്ടി? 1ഉം 1.5ഉം 2.5 -2. സോ 0.5 യൂണിറ്റ് എന്താ? എല്ലാവരും മില്ലി ഹെൻറിയിൽ തന്നെയല്ലേ? സോ 0.5 മില്ലി ഹെൻറി ആണ് ആൻസർ വരിക. ആൻസർ ഇവിടെ ഉണ്ടോ? യെസ്, ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഈസി അല്ലേ? വളരെ എളുപ്പത്തിലുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് വേഗത്തിൽ തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? യെസ്. നെക്സ്റ്റ് പോവാം. ദി ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് V is equal to 230 sin 314t plus pi/3 is applied across AC circuit draws a circuit current of I is equal to 10 sin 314t minus pi/6. The power absorbed by the circuit is. ഓക്കെ, സോ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് റിവിഷനൊക്കെ കഴിഞ്ഞു പോയ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപാടെ അവർക്ക് എന്ത് ചെയ്യാം? 0 വാട്ട് എന്നുള്ള ആൻസർ മാർക്ക് ചെയ്യാം. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം അവരുടെ ശ്രദ്ധ പോവുക ഈ പറയുന്ന ഫേസ് ആംഗിളിലേക്കാണ്. കണ്ടോ? ഒന്ന് π/3 എന്ന് കൊടുത്തു, ഒന്ന് -π/6 എന്ന് കൊടുത്തു. സോ π/3 എന്ന് പറയുന്നത് എത്രയാ? π/3 എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. π/6ഓ? π/6 എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. സോ നിങ്ങൾ നോക്കിയേ, ഈ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ആംഗിൾ ഡിഫറൻസ് എത്രയാണ്? ഒന്ന് π/3, മറ്റേത് -π/6. സോ π/3 -π/6 എന്ന് പറയുമ്പോൾ എന്താ? ഇത് രണ്ടും കൂട്ടുക വേണ്ടത് അല്ലെ? ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് നമുക്ക് ഫേസ് ആംഗിൾ 90 എന്ന് കിട്ടി. അപ്പം മനസ്സിൽ പോകേണ്ട കാര്യം എന്താ? പവർ അല്ലേ ചോദിച്ചേ? ദി പവർ അബ്സോർബ്ഡ് ബൈ ദി സർക്യൂട്ട്. സോ പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P is equal to √3 VL/IL cos φ എന്ന് നമ്മൾ പറയും അല്ലേ? 3 ഫേസ് പവർ ആവുന്ന സമയത്ത് √3 VL/IL cos φ ആയിരിക്കും. അല്ലെങ്കിൽ സാധാരണ സിംഗിൾ ഫേസ് ആണെങ്കിൽ VRMS ഇൻറ്റു IRMS ഇൻറ്റു cos φ. അതാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, V ഇൻറ്റു I ഇൻറ്റു cos φ അല്ലേ? VRMS IRMS ഇൻറ്റു cos φ. സോ φ ഇവിടെ 90 ആണ്, cos 90 0 ആണെന്ന് നമുക്കറിയില്ലേ? അതുകൊണ്ട് ഇവിടെ ഈ സാധനങ്ങളൊന്നും കാണേണ്ട ആവശ്യമേ ഇല്ല അല്ലേ? cos 90 0 ആണ്, cos 0 ആണ് 1. സോ നമ്മുടെ പവർ 0 ആയിരിക്കും അല്ലേ? പവർ 0 ആയിരിക്കും. നമ്മൾ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ഈ സാധനം കണ്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റ് കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പലപ്പോഴും ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ,
സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 300 ohm resistance are connected in delta across 400 volt 50 Hz 3-phase line. If one of the resistor is disconnected, the power taken by the load is. ഓക്കെ, അപ്പോൾ ഒരു ഡെൽറ്റ കണക്റ്റഡ് ആയിട്ടുള്ളൊരു സർക്യൂട്ട് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസേഴ്സ് പിക്ക് ചെയ്യാം. സോ ഓരോന്നിൻ്റെയും വാല്യൂ ഞാനിവിടെ 100 ആണ്. ഞാനതിനെ ആർ എന്ന് വിളിക്കുകയാണേ. എല്ലാത്തിൻ്റെ വാല്യൂം 100 ആണല്ലോ അല്ലേ? യെസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ രീതിയിൽ നമ്മളൊരു സർക്യൂട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിൽ ഡെൽറ്റ കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സപ്ലൈ വോൾട്ടേജ് 400 വോൾട്ടും 50 ഹെർട്സുമാണ് കൊടുത്തിട്ടുള്ളത്. ഇഫ് വൺ ഓഫ് ദി റെസിസ്റ്റർ ഈസ് ഡിസ്കണക്റ്റഡ്, നമ്മൾ ഇതിൽ നിന്നും ഒരു റെസിസ്റ്റർ ഡിസ്കണക്ട് ചെയ്യുന്നു അല്ലേ? ഒരു റെസിസ്റ്റർ ഡിസ്കണക്ട് ചെയ്യുന്നു മീൻസ് ഇത് വേണമെങ്കിൽ ഒന്ന് ഓപ്പൺ ആക്കിയാൽ മതി അല്ലേ? ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്താൽ മതി. ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പവറിൻ്റെ വ്യത്യാസം, പവർ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ആദ്യം നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ഡെൽറ്റയിലെ പവർ കണ്ടുപിടിക്കാം. ഡെൽറ്റയിലെ പവർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ ആദ്യം ഒന്ന് ഡെൽറ്റയിലെ പവർ ഒന്ന് കാണിച്ചു തരാം കേട്ടോ, കാരണം നിങ്ങൾക്കത് ആ ഒരു വേരിയേഷൻ കറക്റ്റായിട്ട് മനസ്സിലാവും. സോ ആദ്യം നമ്മൾ ആ ഡെൽറ്റേൻ്റെ പവർ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. സോ ഫേസ് വോൾട്ടേജ് എത്രയാണ്, 400 തന്നിട്ടുണ്ട്. ഫേസ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ലൈൻ വോൾട്ടേജ് അല്ലേ? നമ്മുടെ ഡെൽറ്റേൻ്റെ കേസിൽ അത് 400 എന്ന് കിട്ടി. ഓക്കെ, 400 വോൾട്ട്. ഇനി റെസിസ്റ്റൻസ് 100 തന്നിട്ടുണ്ട്. ദെൻ ഫേസ് കറണ്ട്, ഐ ഫേസ് എത്രയാ, അത് വി ഫേസ് ബൈ റെസിസ്റ്റൻസ് ചെയ്താൽ മതി അല്ലേ? വി ഫേസ് ബൈ റെസിസ്റ്റൻസ് ചെയ്താൽ മതി. സോ 400 ബൈ റെസിസ്റ്റൻസ് എത്രയാ, 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആംപിയർ എന്ന് കിട്ടി. ഫേസ് കറണ്ടാണ് എൻ്റെ കയ്യിലുള്ളത്. ലൈൻ കറണ്ട് കണ്ടുപിടിക്കണം. ലൈൻ കറണ്ട് എത്രയാ, √3 ഐ ഫേസ്. സോ 4 × √3 ആംപിയർ എന്ന് കിട്ടി എൻ്റെ ലൈൻ കറണ്ട്. പവർ കണ്ടുപിടിച്ചോ. പവർ എന്താ, പവർ എന്ന് പറയുന്നത് √3 VL IL cos ∅ ആണ്. പവർ ഫാക്ടർ മെൻഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാനത് മെൻഷൻ ചെയ്യുന്നില്ല കേട്ടോ. സോ √3 × VL എത്രയാ, VL 400 ആണ്. 400 × IL, IL 4 × √3, 4 × √3 ചെയ്തേ. √3 3 വന്നു. 3 × 4 × 400, അതായത് 12 × 400 ആൻസർ കിട്ടുക 4800 വാട്ട്. ഓക്കെ, ഇതാണ് ഡെൽറ്റ കണക്ഷനിൽ കേട്ടോ. നിലവിൽ ഈ റെസിസ്റ്റൻസ് റിമൂവ് ചെയ്യുന്നതിന് മുമ്പുള്ള പവർ ഇതാണ്, 4800 ആണ്. അപ്പം ഇത് കണ്ടിട്ട് ബി കൊണ്ടുപോയിട്ട് മാർക്ക് ചെയ്യരുത്. ഇത് നിലവിൽ ഉള്ള പവറാണ്. നമുക്ക് വേണ്ടത് എന്താ, ഈ റെസിസ്റ്റൻസ് മാറ്റി വെച്ചാലുള്ള പവറാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഒരു റെസിസ്റ്റൻസ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പവർ ഏത് രീതിയിൽ കുറയുമെന്ന് അറിയോ, 1/3 ടൈംസ് പവർ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അതായത് 1/3 ടൈംസ്, ടോട്ടൽ പവറിൻ്റെ 1/3 ടൈംസ് കുറവ് അതിൽ സംഭവിക്കും. സോ ബാക്കിയുള്ളത് എത്രയായിരിക്കും, ഈ പവറിൻ്റെ 2/3 ടൈംസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ 2/3 ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ആൻസർ കിട്ടും 4800 × 2/3 ഒന്ന് ചെയ്ത് നോക്കിയേ, എത്ര കിട്ടും? 4800 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1600 × 2 3200 വാട്ടാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടുക കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് കിട്ടുക. ഇനി നിങ്ങൾക്കത് വിശ്വാസമില്ല, ഒന്ന് ചെയ്തു നോക്കണം. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്കൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റൂ എന്നുള്ള രീതിയിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, അതൊന്ന് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡിങ് ആവും. സോ അതാണ് നമ്മളിനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ, ഒന്ന് ചെയ്ത് നോക്കാം ഇത് ഏത് രീതിയിലാണ് വരുന്നതെന്ന്. സോ ഞാൻ ഈ റെസിസ്റ്റൻസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, വെൻ വൺ ഓഫ് ദി റെസിസ്റ്റൻസ് ഈസ് റിമൂവ്ഡ്, കറണ്ട് ഇൻ ഈച്ച് റെസിസ്റ്റൻസ്. ഓക്കെ, ഓരോ റെസിസ്റ്റൻസിലുള്ള കറണ്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കിയാലോ. യെസ്, അതാണ് ഞാൻ കാണാൻ വേണ്ടി പോകുന്നത്. ഈ റെസിസ്റ്റൻസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ റെസിസ്റ്റൻസിലും കൂടിയുള്ള കറണ്ട് നമ്മളൊന്ന് നോക്കാൻ വേണ്ടി പോവാണേ. യെസ്, സോ കറണ്ട് ഇൻ ഈച്ച് റെസിസ്റ്റൻസ് ഞാൻ ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും, V/R ആയിരിക്കും. സോ വോൾട്ടേജ് എന്ന് പറയുന്നത് 400 ബൈ റെസിസ്റ്റൻസ് എത്രയാണ്, 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആംപിയർ അല്ലേ. സോ 4 ആംപിയർ ഇതിൽ കൂടി ഫ്ലോ ചെയ്യും. 4 ആംപിയർ എന്ത് ചെയ്യും, ഇതിൽ കൂടിയും ഫ്ലോ ചെയ്യും അല്ലേ. 4 ആംപിയർ തന്നെ ഇതിൽ കൂടിയും ഫ്ലോ ചെയ്യും. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പവർ കണ്ടുപിടിക്കുക. ഓക്കെ, ഈ റെസിസ്റ്റൻസിൽ കൂടി എത്ര പവർ, ഈ റെസിസ്റ്റൻസിൽ കൂടിയുള്ള പവർ എത്രയാണ്, അത് രണ്ടും ആഡ് ചെയ്താൽ മതി. വളരെ എളുപ്പമല്ലേ പവർ കൺസ്യൂമർ കണ്ടുപിടിക്കാൻ. സോ പവർ കൺസ്യൂമർ ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് പവർ ഈസ് ഈക്വൽ എന്താ, I² R ആണ് അല്ലേ. I² × R ആണ്. സോ എന്തായി, ഐ എന്ന് പറയുന്നത് 4 ആണ്. 4 × 4. ഇത് ഫേസ് കറണ്ട് ആണല്ലേ. ഫേസ് കറണ്ട് നമ്മൾ എടുത്താൽ മതി. ഈ ഫേസിൽ കൂടിയുള്ള കറണ്ട് അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക, റെസിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ നമുക്ക് അതിൻ്റെ പവർ കിട്ടും. ഓക്കെ,
സോ ഇൻറ്റു റെസിസ്റ്റൻസ് എത്രയാണ്? റെസിസ്റ്റൻസ് 100. സോ 4 × 4 100 എത്രയാണ്? 1600. കഴിഞ്ഞോ? ഇല്ല. 1600 വാട്ട് എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസിൽ കൂടിയുള്ള പവർ ഡ്രോപ്പാണ്. ഈ റെസിസ്റ്റൻസിലേതും കൂടി നോക്കണ്ടേ? യെസ്. സോ P1 കിട്ടി. P2 എന്ന് പറയുന്നതും 1600 വാട്ട് തന്നെയായിരിക്കും. സോ ടോട്ടൽ പവർ എത്രയായിരിക്കും? ടോട്ടൽ പവർ എന്ന് പറയുന്നത് യെസ് ഈ 1600 × 2 3200 വാട്ടായിരിക്കും. കണ്ടോ? 3200 വാട്ട്. ഞാൻ നേരത്തെ ചെയ്തത് തന്നെയല്ലേ? കണ്ടോ? ഒരു റെസിസ്റ്റൻസ് റിമൂവ് ചെയ്യുന്ന സമയത്ത്, ഓപ്പൺ ആവുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? യെസ്, ടോട്ടൽ പവർ 1/3 ആയിട്ട് കുറയല്ല ചെയ്യുന്നത്, 1/3 റിഡക്ഷൻ സംഭവിച്ചു കേട്ടോ. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ആ രീതിയിൽ വിചാരിക്കരുത്. 4800 വാട്ടുള്ളത് /3 ആയിട്ട് 1600 വാട്ടായിട്ട് മാറിയെന്ന് വിചാരിക്കരുത്. 1/3 പവർ കുറവ് സംഭവിച്ചു. ഓക്കെ, എന്നിട്ടത് നിലവിൽ 3200 വാട്ടായിട്ട് മാറിയെന്ന് മനസ്സിലാക്കുക. സോ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? വളരെ നല്ലൊരു ചോദ്യമാണ്. മിക്കവാറും വളരെ കുറച്ച് ആൾക്കാർ മാത്രം ആൻസർ ചെയ്യാൻ വേണ്ടി പോകുന്ന, അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി ഇൻപുട്ട് വോൾട്ടേജ്, കറണ്ട് ആൻഡ് പവർ ടു എ ബാലൻസ്ഡ് 3-phase സിസ്റ്റം ഈസ് മെഷേർഡ് ആസ് 415 വോൾട്ട്, 16.4 ആംപിയർ, 6 കിലോവാട്ട് റെസ്പെക്റ്റീവ്ലി. ദി പവർ ഫാക്ടർ ഓഫ് ദി സിസ്റ്റം ഈസ് അപ്രോക്സിമേറ്റ്ലി. നല്ല ചോദ്യം കേട്ടോ, വളരെ നല്ലൊരു ചോദ്യമാണ്. കാൽക്കുലേഷൻ്റെ ഇമ്പോർട്ടൻസ് കാണിച്ചു തരുന്നൊരു ചോദ്യമാണ്. നമുക്ക് ചെയ്തു നോക്കിയാലോ? യെസ്. സോ മനസ്സിലാക്കുക, എപ്പോഴും ചോദ്യത്തിൽ തരുന്ന വോൾട്ടേജ് ലൈൻ വോൾട്ടേജ് ആയിരിക്കും കേട്ടോ. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ലൈൻ വോൾട്ടേജ് RMS ആയിരിക്കും. സോ 415 വോൾട്ട്. ദെൻ ലൈൻ കറണ്ട് തന്നു, അത് എത്രയാണ്? 16.4 ആംപിയർ. ദെൻ പവർ അല്ലേ, പവർ ഈസ് ഈക്വൽ ടു 6 കിലോവാട്ട്, അതായത് 6000 വാട്ട്സ്. ഇതാണ് നമുക്ക് ഗിവൺ ആയിട്ടുള്ളത്. സോ പവർ ഫാക്ടർ കണ്ടുപിടിക്കണം. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്തായിരിക്കും? യെസ്, പവറിൻ്റെ ഇക്വേഷൻ നമ്മളൊന്ന് എഴുതി നോക്കുക അല്ലേ. പവറിൻ്റെ ഇക്വേഷൻ നമ്മളൊന്ന് എഴുതി നോക്കുക. സോ പവർ ഈസ് ഈക്വൽ ടു √3 VL IL cos phi. ഓക്കെ, √3 VL IL cos phi. ഇതിനേക്കാൾ നല്ല ഇക്വേഷൻ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നത് നല്ലതെന്ന് പറയുന്നത് 3 × V phase I phase cos phi ആണ്. അതെന്തുകൊണ്ടാണ് ഞാനിത് എഴുതിയെന്ന് ഞാൻ കുറച്ചായിട്ട് അവൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നിങ്ങളൊന്ന് പറഞ്ഞേ. 3 × V phase എത്രയാണ്? VL 415 ആയ സ്ഥിതിക്ക് V phase എന്ന് പറയുന്നത് VL/√3 ആണല്ലേ. അതിനെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. √3 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്യണം. ചെയ്താലോ? യെസ്. സോ cos phi എന്തായിരിക്കും? യെസ്, cos phi എന്ന് പറയുന്നത് P/3 × V phase × I phase അല്ലേ. P/3 × V phase × I phase. P എത്രയാ? P തന്നിട്ടുണ്ട് 6000 വാട്ട്സ് തന്നിട്ടുണ്ട്. 6000 /3 × V phase എത്രയാ? ഫേസ് വോൾട്ടേജ് കണ്ടോ, ലൈൻ വോൾട്ടേജ് 45 ആണ്. അപ്പോൾ ഫേസ് വോൾട്ടേജ് എത്രയാ? V phase എന്ന് പറയുന്നത് VL/√3, അതായത് 415/√3. ആൻസർ എത്രയാ? 240. ഇത് നമുക്ക് അറിയാവുന്ന സാധനം. എന്തുകൊണ്ടാണ്? നമുക്കറിയില്ലേ, ഡിസ്ട്രിബ്യൂഷൻ, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് ഏതൊക്കെയാണ്? 240 വോൾട്ടും അതേപോലെ 415 വോൾട്ടുമാണ്. ഇതെങ്ങനെയാണ് കിട്ടിയേ? ഇത് നമ്മുടെ ഫേസ് വോൾട്ടേജ്, ഇത് നമ്മുടെ ലൈൻ വോൾട്ടേജ്. അതായത് √3 × 240 ആണ് 415 എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്കിവിടെ കാൽക്കുലേഷൻ്റെ യാതൊരുവിധ ആവശ്യവുമില്ല. സോ 240 ഞാനിവിടെ എഴുതി. ഇനി I phase നമുക്കറിയാം, IL ഈസ് ഈക്വൽ ടു I phase ആയിരിക്കും സ്റ്റാറിൻ്റെ കണക്ഷൻ്റെ അകത്ത് വരിക. സോ ഇതൊരു ബാലൻസ്ഡ് 3-phase സിസ്റ്റം. സ്റ്റാർ ഡെൽറ്റ എന്ന് പറയാത്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർ ആയിട്ട് തന്നെയാണ് ഇത് കൺസ്യൂം ചെയ്യുക കേട്ടോ. നമ്മളത് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ എന്താ 16.4 എന്ന് ഞാനിവിടെ എഴുതി. എന്തൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും? ഞാൻ 0 കട്ട് ചെയ്തു, 600-ൽ 3 കട്ട് ചെയ്തപ്പോൾ 200 കിട്ടിയേ. സോ എന്താ വന്നത്? 200 / 24 × 16.4. നിങ്ങൾ നോക്കിയേ, ഇതിലെന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമോ? 24 × 16 വരുന്നത് അല്ലേ. സോ 200 / 24 × 16 വരും. സോ 24 × 10 240 ആണ്. ദെൻ 24 × 5 എന്ന് പറയുന്നത് ഏകദേശം 120 ആണ്. സോ നിങ്ങൾ നോക്കിയാൽ ഏകദേശം മനസ്സിലാവും ഇത് 200 / 360-ലും കൂടുതൽ, 360-ഓ 380-ഓ ഒക്കെ വരുന്നൊരു വാല്യൂ ആണ്. നിങ്ങൾ നോക്കിയേ, ഇതിന്ന് ഓപ്ഷനിൽ പിക്ക് ചെയ്തേ. യെസ്, അപ്പോൾ എന്തായാലും ഒരു ഹാഫിന് അടുപ്പിച്ചുള്ളൊരു വാല്യൂ ആണ്. 1/2 0.6 ഒക്കെ വരുന്ന വാല്യൂ ആണ്. ഓപ്ഷനിൽ ഏതാ ഉള്ളൂ? ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ, 0.5. സോ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ 0.5 പിക്ക് ചെയ്യാം. ആൻസറും അത് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ കറക്റ്റ് 0.5, 0.1 ആ രീതിയിലൊക്കെയുള്ള ആൻസർ കിട്ടും. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പം ടഫാണോ ഈ ഒരു ക്വസ്റ്റ്യൻ? അല്ല, നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് പോവാം.
എ ഫ്യൂവൽ സെൽ ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ബേൺസ്. ഓക്കെ, ഒരു ഫ്യൂവൽ സെല്ലിൻ്റെ അകത്ത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേൺ ചെയ്യുന്ന എന്താണ്? കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഹീലിയം. വളരെ എളുപ്പമാണ്. ഹൈഡ്രജൻ ആണ് ഫ്യൂവൽ സെല്ലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ അല്ലേ? യെസ്, നമുക്കറിയാം ഒരു ഫ്യൂവൽ സെല്ലിനകത്ത് ഹൈഡ്രജൻ എന്ത് ചെയ്യും? യെസ്, ഹൈഡ്രജൻ H+ഉം ദെൻ ഇലക്ട്രോണുമായിട്ട് മാറും. ഈ ഇലക്ട്രോൺ ആണ് അവിടെ ഇലക്ട്രോൺ ഫ്ലോന് കാരണമാവുന്നത്. നമുക്ക് ഔട്ട്പുട്ടിൽ കറണ്ട് ഫ്ലോ ലഭിക്കും. ദെൻ ഇതിന് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് വാട്ടറും അതേപോലെ ഹീറ്റും അല്ലേ പുറത്തേക്ക് കിട്ടുന്നതായിരിക്കും. സോ ഹൈഡ്രജൻ ആണ് ഇവിടുത്തെ ഫ്യൂവൽ എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഹൈഡ്രജൻ ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് പോയാലോ? ദി മോസ്റ്റ് ന്യൂക്ലിയർ ഫ്യൂവൽ യൂസ്ഡ് ഇൻ ദി വേൾഡ് ഈസ്. ഓക്കെ, ദി മോസ്റ്റ് യൂസ്ഡ് ന്യൂക്ലിയർ ഫ്യൂവൽ ഇൻ ദിസ് വേൾഡ്. ഓക്കെ, അതാണ് ഏറ്റവും നല്ലൊരു ചോദ്യം. തോറിയം 232, യുറേനിയം 238, യുറേനിയം 235, പ്ലൂട്ടോണിയം 239. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊക്കെ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ആണ് കേട്ടോ. ഇതൊക്കെ ഫിസൈൽ എലമെൻറ്റ്സ് ആണ്. ഫിസൈൽ എലമെൻറ്റ്സ് പറയുന്നത് എന്താ? ഫിഷന് കാരണമാവുന്ന അല്ലെങ്കിൽ ഫിഷൻ എന്നുള്ള പ്രതിഭാസം നടക്കാൻ സാധ്യതയുള്ള ഐസോടോപ്പുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഫിസൈൽ എലമെൻറ്റ്സ് എന്ന്. അപ്പോൾ ഈ തോറിയം 232ഉം യുറേനിയം 238ഉം 235ഉം പ്ലൂട്ടോണിയം 239 ഒക്കെ ഫിസൈൽ മെറ്റീരിയൽസ് ആണ്. ഇതൊക്കെ റേഡിയോ ആക്റ്റീവ് ആണ്. ന്യൂക്ലിയർ ഫ്യൂവലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ മോസ്റ്റ് യൂസ്ഡ് ആയിട്ടുള്ളത് ഏതാണ്? യുറേനിയം 235 ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. സാധാരണയായിട്ടുള്ള ന്യൂക്ലിയർ പ്ലാന്റുകളിൽ മുഴുവനായിട്ടും അധികം യൂസ് ചെയ്യുക യുറേനിയം 235 ആണ്. യുറേനിയം 235 എന്നുള്ള ഐസോടോപ്പാണ് നമ്മൾ യൂസ് ചെയ്യാമെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? യെസ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Then next one, if the supply frequency to the transformer is increased, അല്ലേ, നമ്മൾ സപ്ലൈ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അയൺ ലോസിന് എന്ത് വ്യത്യാസം വരും? ഓക്കെ, അയൺ ലോസ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ സാധാരണയായിട്ട് പറയുന്ന ഫിക്സഡ് ലോസ് ആണല്ലേ. സോ അയൺ ലോസിന് എന്ത് വ്യത്യാസം വരുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. സോ അയൺ ലോസ് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഹിസ്റ്റീരിസിസ് ലോസ് ആൻഡ് എഡി കറണ്ട് ലോസ് എന്ന് നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? അല്ലേ, ഹിസ്റ്റീരിസിസ് ലോസും എഡി കറണ്ട് ലോസും കൂടി ചേർന്നതാണ് അയൺ ലോസ് അല്ലേ? യെസ്, സോ അത് ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റ് ആണ്. നമുക്കറിയാം ഹിസ്റ്റീരിസിസ് ലോസ് എന്ന് പറയുന്നത് യെസ് അത് ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആണല്ലേ. ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ദെൻ എഡി കറണ്ട് ലോസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി സ്ക്വയർ. ഓക്കെ, ഫ്രീക്വൻസി സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ്. സോ ഫ്രീക്വൻസി കൂടുമ്പോൾ രണ്ട് പേരും കൂടില്ലേ? യെസ്, സോ ഇഫ് ദി സപ്ലൈ ഫ്രീക്വൻസി ഓഫ് ദി ട്രാൻസ്ഫോമർ ഈസ് ഇൻക്രീസ്ഡ് ദി അയൺ ലോസ് വിൽ ഇൻക്രീസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. അയൺ ലോസ് കൂടുക തന്നെ ചെയ്യും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സോ അത്രയേ ഉള്ളൂ. നമ്മൾ 10 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ടഫ്നെസ് ലെവൽ നിങ്ങൾക്ക് ഓക്കെ ആണോ? അതോ നിങ്ങൾക്ക് കുറച്ചൊന്ന് ചിന്തിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണോ? യെസ്, മിക്കവാറും എല്ലാ ചോദ്യങ്ങളും എബവ് ആവറേജ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ലെവലുള്ള ചോദ്യമായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം അല്ലേ. കഴിഞ്ഞിട്ടില്ല, ഒരു 9 ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ആ 9 ചോദ്യങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.